ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്ന നല്ല അടിപൊളി ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ചെറിയ നേന്ത്രപ്പഴം, നല്ലോണം പഴുത്ത്. കുറച്ച് വെല്ലം, ഇത് അണ്ടിപ്പരിപ്പും നിലക്കടലയാണ്, പിന്നെ അവിൽ. ഇത് വെച്ചിട്ടാണ് ഞാൻ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പഴം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തോല് കളഞ്ഞിട്ട് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് എടുക്കണം. അപ്പോൾ പഴം തോല് കളഞ്ഞ് പ്ലേറ്റിലേക്ക് ഇടട്ടെ. എന്നിട്ട് നമുക്ക് ചെറിയ തോതിൽ മുറിച്ചിട്ടിട്ട് എടുക്കുക. അത് കഴിഞ്ഞ് അവിൽ നമുക്ക് വറക്കൊന്നും ചെയ്യണ്ട, പച്ച അവിലെടുത്തിട്ട് മിക്സിയിലെടുത്തിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. നല്ല അടിപൊളിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. കുട്ടികളായാലും വലിയ ആളായാലും എല്ലാം ഇഷ്ടപ്പെടുന്ന പലഹാരമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേഗമാക്കി എടുക്കുകയും ചെയ്യാലോ ഇതാവുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ ചെറിയ തോതിൽ മുറിച്ചിടുന്നുണ്ടേ. ഇതേപോലെയാണ് മുറിച്ചിടുന്നത്, കാണുന്നുണ്ട്. ഇതേപോലെ മുറിച്ചിടുന്നുണ്ട്. വേഗം മുറിച്ചിട്ടിട്ട് എടുക്കട്ടെ. അപ്പോൾ എല്ലാം മുറിച്ചിടുന്നത് ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്തായി പോണ്ട. അപ്പോൾ ഇതാ പഴം 4 എണ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് അവിലെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കട്ടെ. പച്ച തന്നെയാണ്, വറക്കൊന്നും ചെയ്തിട്ടില്ല ഞാനിത്. വറക്കൊന്നും ചെയ്യാണ്ടാണ് പൊടിച്ചെടുക്കുന്നത്, കണ്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമുക്ക് പൊടിച്ചിട്ടെടുക്കാം. പഴത്തിൻ്റെ കൂടെ ചേർത്തിട്ടാക്കുന്നതാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടിരുന്നേ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ അവിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ വേണേന്, അത് പറയാൻ മറന്നു. അതിന് തേങ്ങയിൽ എടുത്ത് വെച്ച ദൂരെയായിപ്പോയി ഗൈസ്, അതാണ്. പിന്നെ ഏലക്കായൻ്റെ പൊടിയുണ്ട്, അത് ഞാൻ പറഞ്ഞിനോന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിനി പഴം നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് പാൻ വെക്കാം. ഇപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ശരിക്കും ഉരുകിയിട്ടില്ല, അതാണ് വീഴാനത്ര പണി. ഉരുകിയിട്ടില്ല. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് എടുത്തിടട്ടെ പഴം. അപ്പോൾ നല്ലോണം ഇതിനെ വഴറ്റിയെടുക്കണം. നല്ലോണം ഇത് വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വെല്ലം, പഞ്ചസാര വേണ്ടിയിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ പഞ്ചസാര വേണ്ടാത്തത് കൊണ്ട് വെല്ലം ചേർക്കണം. ഞാനിപ്പം വെല്ലം എടുത്തിട്ടുള്ള ഈ 4 പഴത്തിന് കുറച്ച് മധുരം, ഈ പഴത്തിൻ്റെ മധുരം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് 3 ആണി വെല്ലം വെക്കും. നിങ്ങളെന്നാ പറയാന്നറിയില്ല, നമ്മളിവിടെ അങ്ങനെയാന്ന് പറയാം, നമ്മളെ ഭാഷ അങ്ങനെയാണ്. ആണി വെല്ലം, ഓരോ ആണി വെല്ലത്തിൻ്റെ ഓരോ കണക്കുണ്ടാവില്ലേ, അതാണ് ആണി വെല്ലം എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല, ഇതാണ് ഞാൻ പറയുന്നത് ആണി വെല്ലം. കണ്ടല്ലോ, അതേപോലത്തെ ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. 1 ചെറുത്, 2 എണ്ണം നല്ല വണ്ണമുള്ളത്, അങ്ങനെ എടുത്ത്. അപ്പോൾ ഇതങ്ങനെ വഴന്ന് വരട്ടെ. നല്ലോണം ആവണം, ഇതിൻ്റെയൊക്കെ നല്ലോണം അരിഞ്ഞ് ചേർന്ന പോലെ ആവണം പഴം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ പലഹാരം റെഡിയാവും, ഇല്ലെങ്കിൽ ആവില്ല. അപ്പോൾ ഇതവിടെ നിന്ന് ആവട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ പഴമെല്ലാം ഇതിൻ്റെ അകത്ത് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്.
മധുരവും പഴവും എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് ആയി വരും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായൻ്റെ പൊടി ഇട്ടു. ഇനി ഞാൻ എടുത്ത് വെച്ച നിലക്കടലയും അണ്ടിപ്പരിപ്പും ഉണ്ടല്ലോ, അതും ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ അവിൽ പൊടിച്ചതാണ്. ഇനി അടുത്ത ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അപ്പോൾ ഇനി തേങ്ങ ഇടുന്നുണ്ടേ. അപ്പം എല്ലാം തേങ്ങയായി. ഇതാണ് ഈ തേങ്ങ എപ്പോൾ എടുത്ത് വെച്ചിട്ട് എന്നോട് മറന്നു പോകുന്നു. നേരത്തെ എടുത്ത് വെച്ചിട്ട് ദൂരെയാണ് എടുത്ത് വെച്ച്. അപ്പം എല്ലാം നല്ല കണ്ടീഷനായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ അവിലിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ എടുത്തിട്ട് ഇളക്കി റെഡിയാക്കിയിട്ട് എടുക്കാം. തീ കുറച്ചിട്ടാണ് വെക്കേണ്ടത്. ഇപ്പോൾ അത് പറയാൻ മറന്നു പോകും. തീ കുറച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. തീ അധികം കൂട്ടി വെക്കാൻ പാടില്ല. അപ്പോൾ ബാക്കിയുള്ള പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ട് കൊടുത്തു. എല്ലാം കണ്ടീഷനാണ്. ഇനി എല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം ഇതാക്കി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതായി. ഞാനൊന്ന് ഗ്യാസ് ഓഫാക്കുന്നതാണ്. ഇനി തണിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഷേപ്പിലാക്കണം. എന്നിട്ടാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇതാ ഉരുട്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഷേപ്പാക്കിയിട്ട് പരത്തിയെടുക്കണം. ഇതുപോലത്തെ ഷേപ്പിൽ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ട് വരുന്നേ. ചൂട് തണിയുന്നതിലടക്കം തന്നെ നമ്മളിത് ഉരുട്ടി ഇങ്ങനെ ആക്കി എടുക്കണം. ഇല്ലേ പിന്നെ ആവില്ല. പിന്നെ ഇതിൽ കടൽ ഇതെല്ലാം ഉള്ളതുകൊണ്ട് അഥവാ കൈക്ക് ഇങ്ങനെ ഇതാകുന്നില്ലെങ്കിൽ കുറച്ച് നെയ്യോ എന്തെങ്കിലും തടവിയിട്ട് നമുക്ക് ഇതേപോലെ ഷേപ്പാക്കി ഇങ്ങനെ എടുക്കാൻ പറ്റും. നെയ്യെങ്ങാനും കൈക്ക് തടയാൽ മതി. എന്നിട്ട് ആക്കിയെടുക്കാം. ഏത് ഷേപ്പിലാണോ വേണ്ടത് അതേപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് ഇതിന് ചെറിയൊരു പരിപാടിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഞാൻ എല്ലാം എടുക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, ഞാനെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൻ്റെ അകത്താക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് കത്തിക്കട്ടെ. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഈ എടുത്ത് വെച്ച സാധനം ഓരോന്നോരോന്നായിട്ട് അതിലിട്ട് കൊടുക്കണം. നമ്മൾ ഈ ആക്കി വെച്ചിനല്ലോ അത് അവരെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് റെഡിയാക്കിയിട്ട് എടുത്തോളാം. ഇത്രയാണ് ഞാനിപ്പം വെച്ച് കൊടുത്തിട്ടില്ല. അത് ഒരു ഭാഗമായി കഴിഞ്ഞാൽ തിരിച്ച് മറ്റേ ഭാഗം ഇടുക, എന്നിട്ട് വാങ്ങിക്കൊള്ളുക. അപ്പോൾ ഇതാ ഞാനിതായിട്ടുണ്ട്, വാങ്ങട്ടെ. ഇതേപോലെ ആക്കിയിട്ട് നമുക്കെല്ലാം എടുക്കണം. തീ കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിയിട്ട് കാണിച്ചു തരാം. കണ്ടല്ലോ, എല്ലാം ഇതേപോലെ ഞാൻ ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതാ ഗൈസ്, എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.